നെക്സ്റ്റ് ടോപ്പിക്ക് സിലിണ്ടേഴ്സ്. 3 ഡയമെൻഷൻ സ്പേസിലുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് സർഫസുകളെയാണ് സിലിണ്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. സിലിണ്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ജനറലായിട്ട് പറയുമ്പോൾ ഒരു സിലിണ്ടർ ഒബ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് ഏതെങ്കിലും ഒരു പ്ലെയിനിലെ കർവ് സിയും ആ പ്ലെയിനിനോട് പാരലൽ അല്ലാത്ത ഒരു ലൈൻ എല്ലുമാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള പ്ലെയിൻ കോർഡിനേറ്റ് പ്ലെയിൻസ് തന്നെ ആവണമെന്നൊന്നും നിർബന്ധമില്ല. സ്പേസിലുള്ള ഏതെങ്കിലും ഒരു പ്ലെയിൻ, ആ പ്ലെയിനിലുള്ള ഒരു കർവ് ആണ് സി എന്നും അതുപോലെ ആ പ്ലെയിനിനോട് പാരലൽ അല്ലാത്ത ഒരു ലൈൻ ആണ് എൽ എന്നും വിചാരിക്കുക. ദെൻ ഈ പ്ലെയിൻ കർവ് സിയും ലൈൻ എല്ലും യൂസ് ചെയ്ത് സിലിണ്ടർ ഉണ്ടാക്കുവാൻ കർവ് സിയിലൂടെ ലൈൻ എല്ലിനോട് പാരലലായിട്ട് ഒരു ലൈൻ എല്ല് മൂവ് ചെയ്യിപ്പിക്കുക. കർവ് സിയിലെ എല്ലാ പോയിൻറ്റ്സിലൂടെയും ആ ലൈൻ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ലൈൻ ജനറേറ്റ് ചെയ്യുന്ന സ്പേസിലുള്ള പോയിൻറ്റ്സുകളുടെ കളക്ഷനെയാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലിണ്ടർ എന്ന് വിളിക്കുന്നത്. അതായത് കർവ് സിയിലെ ഒരു പോയിൻ്റ് UV/W OD/UV/W ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്താൽ ആ പോയിൻറ്റിലൂടെ ലൈൻ എല്ലിനോട് പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിലുള്ള എല്ലാ പോയിൻറ്റ്സും റിസൾട്ടിങ് സിലിണ്ടറിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റ് U*V*W* കർവ് സിയിൽ നിന്നും ചൂസ് ചെയ്താൽ ആ പോയിൻറ്റിലൂടെ ലൈൻ എല്ലിനോട് പാരലലായിട്ട് പാസ് ചെയ്യുന്ന ലൈനിലെ എല്ലാ പോയിൻറ്റ്സും റിസൾട്ടിങ് സിലിണ്ടറിൽ ഉണ്ടാകും. അതായത് കർവ് സിയിലെ ഏത് പോയിൻ്റ് ചൂസ് ചെയ്താലും ആ പോയിൻറ്റിലൂടെ ലൈൻ എല്ലിനോട് പാരലലായിട്ട് പാസ് ചെയ്യുന്ന ലൈനിലെ എല്ലാ പോയിൻറ്റ്സും സിലിണ്ടറിൽ ഉണ്ടാകും. സോ അത്തരത്തിലുള്ള പോയിൻറ്റ്സുകളുടെ എല്ലാം കൂടിയുള്ള കളക്ഷനായിട്ട് വരുന്ന സർഫസിനെയാണ് ഒരു സിലിണ്ടർ എന്ന് വിളിക്കുന്നത്. കർവ് സിനെ ആ സിലിണ്ടറിൻ്റെ ഡയറക്ട്രിക്സ് എന്നും അതുപോലെ കർവ് സിയിലെ പോയിൻറ്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എല്ലിനോട് പാരലലായിട്ടുള്ള ഓരോ ലൈൻസിനെയും ആ സിലിണ്ടറിൻ്റെ റൂളിങ്സ് എന്നും വിളിക്കുന്നു. കർവ് സിയിലൂടെ ലൈൻ എല്ലിനോട് പാരലലായിട്ട് മൂവ് ചെയ്യിപ്പിക്കേണ്ടത് ലൈൻസാണ്, ലൈൻ സെഗ്മെൻറ്റുകളല്ല. അതായത് അവ രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ പിക്ചറിലുള്ളത് സിലിണ്ടറിൻ്റെ കുറച്ച് പോർഷൻ മാത്രമാണ്. അത് രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ സിലിണ്ടറിൽ പ്ലെയിനിലുള്ള ഒരു സർക്കിളാണ് കർവ് സി. ആ പ്ലെയിനിനോട് പാരലൽ അല്ലാത്ത ഒരു ലൈൻ എല്ലും തന്നിട്ടുണ്ട്. അത് പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ഒന്നുമല്ല, പാരലൽ അല്ല എന്ന് മാത്രം. ആ പ്ലെയിനിനോട് സം ആംഗിൾ θ≠0 ക്രിയേറ്റ് ചെയ്ത് പോകുന്ന വിധത്തിലുള്ള ഒരു ലൈൻ എല്ല്, അത്രയേ ഉള്ളൂ. ദെൻ കർവ് സിയിലെ പോയിൻറ്റ്സിലൂടെ ലൈൻ എല്ലിനോട് പാരലലായിട്ട് ലൈൻസ് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ആ ലൈൻസ് ട്രേസ് ചെയ്യുന്ന സ്പേസിലെ പോയിൻറ്റ്സുകളുടെ കളക്ഷൻ ആണ് കറസ്പോണ്ടിങ് സിലിണ്ടർ. ആ സിലിണ്ടറിൻ്റെ ഒരു പോർഷനാണ് ഇവിടെ സ്കെച്ച് ചെയ്ത് തന്നിട്ടുള്ളത്. സെക്കൻഡ് സിലിണ്ടറിൽ പ്ലെയിൻ കർവ് സി തന്നിട്ടുണ്ട് ഒരു വേവ് ഷേപ്പിൽ. ലൈൻ എല്ല് ആ പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനാണ്. കർവ് സിയിലൂടെ ലൈൻ എല്ലിനോട് പാരലലായിട്ട് ഒരു ലൈൻ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ആ ലൈൻ ട്രേസ് ചെയ്യുന്ന സിലിണ്ടറിൻ്റെ ഒരു പോർഷൻ ആണ് ഇവിടെ സ്കെച്ച് ചെയ്ത് തന്നിട്ടുള്ളത്. ഒരു ഷീറ്റ് ഷേപ്ഡ് ആണ് ആ സർഫസ്. അതിനെയും ജനറലായിട്ട് സിലിണ്ടർ എന്ന് തന്നെയാണ് വിളിക്കുക. നിങ്ങൾ സാധാരണ സിലിണ്ടർ എന്ന് വിളിക്കുന്ന സർഫസ് PVC പൈപ്പിൻ്റെ ഒക്കെ ഷേപ്പ്, അത് ആക്ച്വലി റൈറ്റ് സർക്കുലർ സിലിണ്ടർ ആണ്. ഏതെങ്കിലും പ്ലെയിനിലുള്ള ഒരു സർക്കിളിലൂടെ ആ പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനിനോട് പാരലലായിട്ട് ഒരു ലൈൻ മൂവ് ചെയ്യിപ്പിച്ചാൽ ആ ലൈൻ ട്രേസ് ചെയ്യുന്ന സിലിണ്ടറാണ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ കേസിൻ്റെ ഒരു പെർട്ടിക്കുലർ കേസ് മാത്രമാണ്. ആദ്യത്തെ ഫിഗറിലുള്ള സിലിണ്ടറും ഒരു സർക്കുലർ സിലിണ്ടർ തന്നെയാണ്, റൈറ്റ് സർക്കുലർ അല്ല എന്ന് മാത്രം. ഇതാണ് സിലിണ്ടേഴ്സിൻ്റെ ജനറൽ കോൺസെപ്റ്റ്സ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുവാനുള്ളത് കോർഡിനേറ്റ് പ്ലെയിൻസിലുള്ള കേഴ്സും അതുപോലെ ആ പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോർഡിനേറ്റ് ആക്സിസും യൂസ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്യുന്ന സിലിണ്ടേഴ്സിനെ കുറിച്ചാണ്. ആ ഒരു സിറ്റുവേഷനിൽ റൂളിങ്സ് കർവ് സി ലൈ ചെയ്യുന്ന പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ XY പ്ലെയിനിലുള്ള ഒരു കർവ് സി ചൂസ് ചെയ്യുക. ആ കർവിനെ നമുക്ക് f(x, y) = 0 എന്നുള്ള ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുവാൻ സാധിക്കും. ദെൻ ആ കർവിൽ നിന്നും ഒരു പോയിൻ്റ് ചൂസ് ചെയ്താൽ അത് OD*XY0 ഈ ഒരു ഫോമിലായിരിക്കും. കാരണം XY പ്ലെയിനിലുള്ള ഏത് പോയിൻറ്റിൻ്റെയും സെറ്റ് കോർഡിനേറ്റ് 0 ആയിരിക്കും. XY0 എന്നുള്ള പോയിൻ്റ് കർവ് സിയിൽ ഉണ്ടെങ്കിൽ ആ പോയിൻ്റ് കർവ് സിയുടെ ഇക്വേഷൻ, അതായത് f(x, y) = 0 എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദെൻ ഫോർ എനി സെറ്റ് XYZ എന്നുള്ള പോയിൻറ്റും f(x, y) = 0 ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം ഈ ഇക്വേഷനിൽ സെഡ് പ്രസൻ്റ് അല്ല. ഇവിടെ നമ്മൾ സെറ്റ് കോർഡിനേറ്റ് മാത്രമാണ് വാരി ചെയ്യിപ്പിക്കുന്നത്. ഫസ്റ്റ് രണ്ട് കോർഡിനേറ്റ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്ന എക്സും വൈയും ഫിക്സഡ് റിയൽ നമ്പേഴ്സും അതുപോലെ f(x, y) = 0 എന്നുള്ള ഇക്വേഷനിലുള്ള എക്സും വൈയും വേരിയബിൾസുമാണ്. രണ്ടിനും സെയിം റെപ്രസെൻറ്റേഷൻ കൊടുത്തതുകൊണ്ട് ചിലരെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാകും. അത് ക്ലിയർ ആവുവാൻ കർവ് സിയിൽ നിന്നും x*y*0 എന്നുള്ള പോയിൻ്റ് ചൂസ് ചെയ്യുക. ദെൻ ആ പോയിൻ്റ് f(x, y) = 0 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് f(x*, y* = 0.
ദെൻ ഫോർ എനി റിയൽ നമ്പർ സെഡ് എക്സ് സ്റ്റാർ വൈ സ്റ്റാർ സെഡ് എന്നുള്ള പോയിൻറ്റും എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം ഈ ഇക്വേഷൻ സെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് എക്സിനെയും വൈനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ രണ്ട് കോർഡിനേറ്റ്സിലും നമ്മൾ യാതൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല, അത് എക്സ് സ്റ്റാർ ആൻഡ് വൈ സ്റ്റാറിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സെഡാണ് വാരി ചെയ്യിക്കുന്നത്. ഡിഫറെൻറ്റ് സെഡ് വാല്യൂസ് ചൂസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള എല്ലാ പോയിൻറ്റ്സും എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ കർവ് സിയിലെ ഒരു ഫിക്സഡ് പോയിൻ്റ് എക്സ് സ്റ്റാർ വൈ സ്റ്റാർ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് നമുക്ക് സ്പേസിൽ കിട്ടും. ബട്ട് അത്തരത്തിലുള്ള എല്ലാ പോയിൻറ്റ്സും എക്സ് വൈ പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് എക്സ് സ്റ്റാർ വൈ സ്റ്റാർ 0 എന്നുള്ള പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിലായിരിക്കും ലൈ ചെയ്യുന്നത്. ആ ലൈൻ റിസൾട്ടിംഗ് സിലിണ്ടറിൻ്റെ ഒരു റൂളിംഗ് ആയിരിക്കും. ഇതുപോലെ കർവ് സിയിലെ ഏത് പോയിൻ്റ് ചൂസ് ചെയ്താലും ഓരോ റൂളിങ്സ് കിട്ടും. സോ ഇത്തരത്തിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ റൂളിങ്സിൻ്റെയും കൂടിയിട്ടുള്ള കളക്ഷനാണ് എക്സ് വൈ പ്ലെയിനിലെ കർവ് സിക്കും സെഡ് ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലിണ്ടർ. ഇവിടെ ആ സിലിണ്ടറിൻ്റെ ഡയറക്ട്രിക്സ് എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു കർവ് സിയും സിലിണ്ടറിൻ്റെ റൂളിങ്സ് എക്സ് വൈ പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ, അതായത് സെഡ് ആക്സിനോട് പാരലലും ആയിരിക്കും. അതുപോലെ തന്നെ വൈ സെഡ് പ്ലെയിനിലെ കർവ് ചൂസ് ചെയ്യുമ്പോൾ അത് എഫ് ഓഫ് വൈ സെഡ് ഈക്വൽ ടു 0 ഈ ഒരു ഫോമിൽ ആയിരിക്കും. ഇവിടെ മിസ്സിംഗ് വേരിയബിൾ എക്സ് ആണ്. സോ എക്സ് ആക്സിസിന് പാരലലായിട്ടുള്ള റൂളിങ്സ് ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ എക്സ് സെഡ് പ്ലെയിനിലെ കേസും നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, സ്കെച്ച് ദി ഗ്രാഫ് ഓഫ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന സിലിണ്ടർ സ്കെച്ച് ചെയ്യുവാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഡയറക്ട്രിക്സിനെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാക്കുവാൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എക്സ് സ്ക്വയർ മൈനസ് വൈ മൈനസ് 4 എന്ന് ചൂസ് ചെയ്യുക. ദെൻ എക്സ് വൈ പ്ലെയിനിലുള്ള വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 എന്നുള്ള കേവ് നമുക്ക് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ മിക്സിംഗ് വേരിയബിൾ സെഡ് ആണ്. സോ റൂളിങ്സ് സെഡ് ആക്സിസിനോട് പാരലലായിട്ടുള്ള ലൈൻസ് ആയിരിക്കും. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4ൻ്റെ എക്സ് വൈ പ്ലെയിനിലുള്ള ഗ്രാഫ് ഒരു പരാബോളയാണ്. ആ പരാബോളയാണ് ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ സ്കെച്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അത് എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു കേവ് ആണ്. ആ പരാബോളയുടെ കുറച്ച് പോർഷൻ മാത്രമാണ് ഇവിടെ സ്കെച്ച് ചെയ്തിട്ടുള്ളത്. അത് അപ്പർ പോർഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ ഈ പരാബോളയിലൂടെ സെഡ് ആക്സിസിനോട് പാരലലായിട്ട് ഒരു ലൈൻ മൂവ് ചെയ്യിപ്പിച്ചാൽ ആ ലൈൻ ട്രേസ് ചെയ്യുന്ന പോയിൻറ്റ്സുകളുടെ ടോട്ടൽ കളക്ഷൻ ഈ ഒരു ഷേപ്പിലായിരിക്കും. അതായത് കർവ് സിയിലെ എല്ലാ പോയിൻറ്റ്സിലും സെഡ് ആക്സിസിനോട് പാരലലായിട്ടുള്ള ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലൈൻസ് എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഈ സിലിണ്ടർ. അത് 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു സർഫസ് ആണ്. ഇതിനെ പരാബോളിക് സിലിണ്ടർ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. സ്കെച്ച് ദി ഗ്രാഫ് ഓഫ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പ്ലസ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു 1. ഇവിടെ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പ്ലസ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു 1 എന്നുള്ള സിലിണ്ടർ സ്കെച്ച് ചെയ്യുവാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഡയറക്ട്രിക്സ് ആയിട്ടുള്ള കേവ് വൈ സെഡ് പ്ലെയിനിലുള്ള ഒരു കേവാണ്. മിസ്സിംഗ് വേരിയബിൾ എക്സും. സോ സിലിണ്ടറിൻ്റെ റൂളിങ്സ് എക്സ് ആക്സിനോട് പാരലലായിരിക്കും. ആദ്യം വൈ സെഡ് പ്ലെയിനിലുള്ള കേവ് സിയെ എഫ് ഓഫ് വൈ സെഡ് ഈക്വൽ ടു 0 ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ ചൂസ് എഫ് ഓഫ് വൈ സെഡ് ഈക്വൽ ടു വൈ സ്ക്വയർ ബൈ 4 പ്ലസ് സെഡ് സ്ക്വയർ ബൈ 9 മൈനസ് 1. ദെൻ കേവ് സിയെ നമുക്ക് എഫ് ഓഫ് വൈ സെഡ് ഈക്വൽ ടു 0 ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുവാൻ സാധിക്കും. ഡയറക്ട്രിക്സിൻ്റെ വൈ സെഡ് പ്ലെയിനിലുള്ള ഗ്രാഫ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പ്ലസ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു 1 എന്ന എലിപ്സ് ആണ്. അതാണ് ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ സ്കെച്ച് ചെയ്ത് തന്നിട്ടുള്ളത്. ദെൻ ആ എലിപ്സിലെ പോയിൻറ്റ്സിലൂടെ എക്സ് ആക്സിനോട് പാരലലായിട്ട് ഒരു ലൈൻ മൂവ് ചെയ്യിപ്പിച്ചാൽ ആ ലൈൻ ട്രേസ് ചെയ്യുന്ന പോയിൻറ്റ്സുകളുടെ എല്ലാം കളക്ഷൻ ഈ ഒരു സർഫസ് ആയിരിക്കും. അതായത് ആ എലിപ്സിലെ എല്ലാ പോയിൻറ്റ്സിലും എക്സ് ആക്സിനോട് പാരലലായിട്ടുള്ള ഒരു ലൈൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ലൈൻസ് എല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ കിട്ടുന്ന സർഫസാണ് റിക്വയർഡ് സിലിണ്ടർ. ഈ സർഫസിനെ എലിപ്റ്റിക് സിലിണ്ടർ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. സ്കെച്ച് ദി ഗ്രാഫ് ഓഫ് സെഡ് ഈക്വൽ ടു കോസ് എക്സ്. സെഡ് ഈക്വൽ ടു കോസ് എക്സ് എന്നുള്ള സിലിണ്ടർ സ്കെച്ച് ചെയ്യുവാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡയറക്ട്രിക്സ് എക്സ് സെഡ് പ്ലെയിനിലുള്ള ഒരു കേവ് ആണ്. മിസ്സിംഗ് വേരിയബിൾ വൈ ആയതുകൊണ്ട് റൂളിങ്സ് വൈ ആക്സിസിനോട് പാരലലായിരിക്കും. എക്സ് സെഡ് പ്ലെയിനിലുള്ള ഡയറക്ട്രിക്സിനെ എഫ് ഓഫ് എക്സ് സെഡ് ഈക്വൽ ടു 0 ഈ ഒരു ഫോമിലേക്ക് ആക്കുവാൻ ചൂസ് എഫ് ഓഫ് എക്സ് സെഡ് ഈക്വൽ ടു സെഡ് മൈനസ് കോസ് എക്സ്. ദെൻ ഡയറക്ട്രിക്സിനെ നമുക്ക് എഫ് ഓഫ് എക്സ് സെഡ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുവാൻ സാധിക്കും. വൈ ഈക്വൽ ടു കോസ് എക്സിൻ്റെ ഗ്രാഫ് എക്സ് വൈ പ്ലെയിനിൽ സ്കെച്ച് ചെയ്യുവാൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈക്ക് പകരം സെഡ് ആയെന്ന് മാത്രം. സോ വൈ ആക്സിസിന് പകരം സെഡ് ആക്സിസ് ആയിരിക്കും എന്ന് മാത്രം. ഡയറക്ട്രിക്സ് എക്സ് സെഡ് പ്ലെയിനിൽ സ്കെച്ച് ചെയ്ത് തന്നിട്ടുള്ളതാണ് ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ. ദെൻ ആ കർവ്സിലെ പോയിൻറ്റ്സിലൂടെ വൈ ആക്സിന് പാരലലായിട്ട് ഒരു ലൈൻ മൂവ് ചെയ്യിപ്പിച്ചാൽ ആ ലൈൻ ട്രേസ് ചെയ്യുന്ന പോയിൻറ്റ്സുകളുടെ കളക്ഷൻ ഈ ഒരു സർഫസ് ആയിരിക്കും. അതായത് ആ കേവിലെ എല്ലാ പോയിൻറ്റ്സിനും വൈ ആക്സിനോട് പാരലലായിട്ട് ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക.
ആ ലൈൻസ് എല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ കിട്ടുന്ന ഷേപ്പാണ് ഈ ഒരു സർഫസ്. ഇതൊരു ഷീറ്റ് ഷേപ്ഡ് ആയിട്ടുള്ള സിലിണ്ടറാണ്.